ടെൻഷൻ അടിക്കണ്ട, നിന്ന് ഞാൻ ഇവിടെ നീ ടെൻഷൻ അടിക്കണം. ഹലോ ഹലോ, ലാലു അല്ലേ? അതെ. എവിടെ ഉണ്ട് ഇപ്പൊ? പണി സ്ഥലത്താണല്ലോ. ഇപ്പോഴെങ്ങാനും പുറത്തോട്ടെങ്ങാനും പോകുന്നുണ്ടോ? ഇല്ലെന്നാ തട്ടിന്റെ മേളിൽ ഇരിക്കുവന്നേ. ആണോ? ആ, ഓക്കെ. ആരായിരുന്നു? അല്ല, റോങ് നമ്പറാ. ഹലോ, അല്ലല്ല, എടി അവൻ തട്ടിന്റെ മോളിൽ ഇരിക്കുക. അവൻ തട്ടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് സിനിമയും കണ്ടേച്ച് പാർക്കിൽ പോയി ഒരു റൗണ്ട് ചുറ്റി അടിക്കാനുള്ള സമയം നമുക്ക് ഐസ്ക്രീം ഇല്ല. ഞാൻ മേടിച്ചു തരും. നിനക്ക് എവിടെ പോകണം? ഞാൻ കൊണ്ടുപോയി. പണിപ്പാളും എന്താ? എന്റെ പെണ്ണുമ്പിള്ളയുടെ വീടിന് അപ്പുറത്തുള്ള അനീഷ് എന്ന് പറഞ്ഞ പയ്യന. അവൻ എന്നെ കണ്ട വിഷയവും കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണം. നീ അങ്ങോട്ട് മാറിയുന്നു. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഓക്കെ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒന്നും പേടിക്കാനില്ല. മനസ്സിലായില്ലേ എന്നെ? അനീഷ്. ഞാൻ ഗോപിയല്ല സുഹൃത്തേ. വല്ല പണിയുണ്ടോ? എന്റെ വീടിന്റെ അടുത്ത് ചേട്ടൻ കെട്ടിയേക്കണത് എന്നെ മനസ്സിലായില്ലേ? താമ്പോടെയൊക്കെ നീ ഏതാ? എനിക്കറിയാൻ പാടില്ല എന്നെ. എന്ത് പുള്ളി എന്റെ വീടിന്റെ അടുത്ത് കെട്ടിയേക്കണ പുള്ളി വർഷങ്ങളായിട്ട് പരിചയമുള്ളാണ്ട് പുള്ളിക്ക് എന്നെ അറിയാൻ പാടില്ല. എന്തൊരു ചൂടാ, വെറുതെ ആവശ്യമില്ല. നമ്മളൊരു സിനിമാ കഥ പറഞ്ഞു എനിക്ക് തോന്നേ ഒരുപോലത്തെ 7 പേരുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും രൂപ സാഹചര്യമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിടേണ്ട കാര്യം അറിയാൻ പാടില്ല. എന്തോണ്ടാ വിശേഷം? ചേട്ടൻ അറിയില്ലാന്നല്ലേ പറഞ്ഞത്? കപ്പലിന്റെ ഉണ്ടാ? വേണ്ട, എനിക്ക് കപ്പലിന്റെ വേണ്ട. എടാ നിന്റെ ഗോപിച്ചേട്ടനാണ് ഞാൻ. ആദ്യം പറഞ്ഞ എല്ലാരും മുമ്പിൽ ചേട്ടൻ അറിയില്ലാന്ന് പറഞ്ഞല്ലോ. എടാ തമാശ പറഞ്ഞാൽ തമാശ പറഞ്ഞാണ് ഞാൻ. തമാശ പറഞ്ഞാണ് പിന്നെ എന്നെ ഈ തിയേറ്ററിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ വെച്ച് കണ്ട കാര്യം നീ അവിടെ ചെന്ന് അവിടെ ആങ്ങളയോടോ അമ്മായോ അങ്ങനെ പറയാൻ നിൽക്കണ്ട. ചേട്ടൻ കണ്ടു പറഞ്ഞ തന്നെ അല്ലല്ല, അങ്ങനല്ല. ഞാൻ ഈ പെങ്കൊച്ചുമായിട്ട് ചുറ്റിക്കറങ്ങി സിനിമ പറയാം. ഈ പെങ്കൊച്ചായിട്ട് ഞാനുമായിട്ട് വന്നിട്ട് അങ്ങനെ പറയണ്ട. എനിക്കറിയാൻ പാടില്ലായിരുന്നു. ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ പെങ്കൊച്ചായിട്ട് വന്നെന്ന്. കുഴപ്പമില്ല, ഞാൻ പറയണ്ട. അതെ, എനിക്കൊരു ടിക്കറ്റ് എടുത്തരാം, കൂട്ടുകാരൻ ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ടില്ല. ഒരു 500 രൂപ എടുക്കാൻ. അല്ല, 500 രൂപ എന്റെ പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേനെ അതാണ് ഇല്ലാത്തതുകൊണ്ട്. അല്ല കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോയിട്ടേ. അല്ല വീട്ടിൽ പോയി ഒന്നുകൂടാ, നിനക്ക് 1000 രൂപ ഞാൻ തരൂലേ? 1000 രൂപ വരില്ല. പിടിച്ചാ 500 മതിയാ? 500 മതി. ഇപ്പൊ തൽക്കാലം 500 മതി. അപ്പൊ ഇപ്പൊ ആരോടും പറയാൻ നിൽക്കില്ലാട്ടാ. വേണ്ട, ഞാൻ ബിരിയാണി കഴിച്ചോളാം. ബിരിയാണി ആവശ്യമില്ലാത്ത കേസ്, ആവശ്യമില്ലാത്ത കേസ്, ഒരാവശ്യമില്ലാത്ത കേസ്. തൊലികളെ ഞാൻ എടുക്കട്ടെ. വണ്ടികളെ ഞാൻ പോലെ ഞാൻ നിൽക്കും. അപ്പൊ തന്റെ ഒലികളെ ഞാൻ